പല വിവാഹങ്ങളും നടക്കുന്നത് ഈ റേപ്പൊക്കെ തന്നെയാണ്. ആദ്യം തന്നെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെച്ചാൽ ആ കൗതുകത്തിൽ 99% ഈ കൗതുകയെ കാണുന്നുള്ളൂ എന്ന്. ഒരു ശരീരത്തിനോടുള്ള ഒരു ആക്രാന്തം മാത്രമായി മാറിയിരിക്കുന്നു. പരമ്പരാഗത വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദർ ആയാലും ശരി, സെക്കൻഡാണ് സെക്ഷൽ ആയിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്ന സാധനം. വിസ്മയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞു കഴിഞ്ഞോന്ന്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം 2 വ്യക്തികൾ അറിയാത്താണെന്ന്. നിങ്ങൾ 10ൽ 10 പൊരുത്തം നോക്കും, ജാതകം നോക്കും, അടുക്കള പോയി നോക്കും, വാതിൽ പോയി നോക്കും, യാത്ര നോക്കും, സുഖം നോക്കും, പൈപ്പ് ലൈൻ നോക്കും, വൈഫൈ നോക്കും, ഇതൊക്കെ നോക്കും. പക്ഷേ ഈ 2 വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഒരു 2 കൊല്ലെങ്കിലും ഇവർ പരസ്പരം തിരിച്ചറിയാൻ വേണം. പലപ്പോഴും പല വിവാഹങ്ങളും നടക്കുന്നത് ഈ റേപ്പൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ വെറൊരു സെക്ഷൽ റിലേഷൻ മാത്രമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഇവർക്ക് ഒന്നായി ചേരാനുള്ളൊരു ദിവസമായി കാണുകയാണ്. ഫസ്റ്റ് നൈറ്റ് എന്നൊരു പേരുണ്ട്. ആ ഫസ്റ്റ് നൈറ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ലിവിങ് ടുഗദർ ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെന്നാണ് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ആദ്യം തന്നെ അത് കഴിഞ്ഞ് ഒരു കുട്ടിയായി, പിന്നെ അതിൻ്റെ പേരിൽ ഈ കുട്ടീനായിട്ട് കഷ്ടപ്പെടുത്തുകയായി. അതല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി ഉണ്ടായില്ല, അവർ ഒന്നിച്ചു. അപ്പോൾ 2 ലൈഫിലായാലും 2 വ്യക്തികളുടെ കാര്യം ഞാൻ പറഞ്ഞേ. ഇവരൊന്നിച്ച് ജീവിക്കാൻ ഇവർക്ക് കഴിയുമോ? അത് പറ്റുക. അല്ലെങ്കിൽ കല്യാണം കഴിക്കണേ, പാർട്ട്ണറൊന്നും ഇല്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. പാർട്ട്ണർഷിപ്പൊന്നും വേണമെന്നില്ല ഒരു കാര്യത്തിലും. അത് ശരിയാണ്. ഇപ്പം ഒരു റൂമിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കണം എന്നാണ് പറഞ്ഞത്. അത് ഏതർത്ഥത്തിലാണ്? സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുന്ന ആണാണെന്നും ഒരു ആണിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുന്ന പെണ്ണാണെന്നും ഇതില്ലാണ്ട് ഇവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നാളെ വിവാഹ ജീവിതം തുടങ്ങി ഈ പറഞ്ഞ ഇതിൻ്റെ കേസ് തന്നെ പലതുണ്ട്. എന്നെ ഇയാൾ തൊടാൻ ശ്രമിച്ചില്ലെങ്കിൽ അവൾ എന്നെ തൊടാൻ ശ്രമിക്കാണ്ട് അവർ തമ്മിൽ വരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം 2 വ്യക്തികൾക്ക് അവിടെ ഒരുമിച്ചോ റൂമിൽ സംസാരിച്ചുകൊണ്ട് ജീവിക്കാനൊരു ഇതുണ്ട്. ഇവരുടെ വിഷയങ്ങൾ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഇതിനൊക്കെ പറ്റുമോ എന്ന് അറിയണം. അടുത്തതാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഹിന്ദി സിനിമയിൽ വന്ന വിഷയമാണ്. സെക്ഷൽ ലൈഫും ദാമ്പത്യ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് സെക്ഷൽ ലൈഫും. ഈ ഒരുമിച്ച് ഇങ്ങനെ അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തുകൊണ്ട്, അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പറ്റിയാൽ അടുത്തതാണ് സെക്ഷൽ ലൈഫ്. ആദ്യം തന്നെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെച്ചാൽ ആ കൗതുകത്തിൽ 99% ഈ കൗതുകയെ കാണുന്നുള്ളൂ എന്ന്. ഒരു ശരീരത്തിനോടുള്ള ഒരു ആക്രാന്തം മാത്രമായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ 99%ലും ഡിവോഴ്സ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വേറൊരു പാർട്ട്ണറിനെ ഈ കല്യാണ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ വേറെ പോകുന്നത് ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട എന്നാണോ? നോക്കണ്ട എന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആദ്യം ഒരുമിച്ച് 2 ആൾക്കും സംസാരിച്ചുകൊണ്ട് തർക്കങ്ങളും വഴക്കുകളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഫസ്റ്റ്. സെക്കൻഡാണ് കല്യാണം. ഇപ്പോൾ നിങ്ങൾ പരമ്പരാഗത വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദർ ആയാലും ശരി, സെക്കൻഡാണ് സെക്ഷുവലായിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്ന സാധനം. അതും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫാണല്ലോ ഈ ലൈഫാണല്ലോ നിങ്ങൾക്ക് വിട്ട് കളയാം. ആദ്യം തന്നെ നിങ്ങൾ ഈ കർണവലുള്ള കഞ്ഞിയും ചമ്മന്തിയും കറിയൊക്കെ പാടെ വിളമ്പിയിട്ട് വാരി കഴിച്ചിട്ട് വയറിന് കേടാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ കൗതുകം വേണ്ട, ശരീരത്തിൻ്റെ അട്രാക്ഷൻ. കാരണം അതല്ല ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നാളെ നമ്മൾ വയസ്സാവും. ലിവിങ് ടുഗദർ എന്തായാലും ഒരുമിച്ച് ജീവിക്കുക, 2 പാർട്ട്ണർ ഒരുമിച്ച് ജീവിക്കാൻ വയസ്സാവും. അന്ന് ഈ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നല്ല. അപ്പോൾ ആ ടൈമിൽ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2 വ്യക്തികൾക്ക് ഒരുമിച്ച് അവർക്ക് സംസാരിക്കാനും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും അവർക്ക് വെക്കലോ വിളമ്പലോ കൊടുക്കലോ നടക്കലോ എന്തോ അത്തരം ചില കാര്യങ്ങളാണ്. അവനവൻ്റെ മനസ്സിലെ മൈൻഡിലെ സാധനങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഒരാൾ. സെക്കൻഡാണ് മറ്റേ കാര്യം. ആ സെക്കൻഡുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ മറിച്ച് ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇപ്പോൾ അന്ന പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ പല സ്റ്റേറ്റിൽ ഇവിടെ തന്നെയുള്ള ഇനി രാജ്യം വിട്ടു പോയിട്ടുള്ള കുട്ടികൾ നിരന്തരം വിളിച്ചവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സൊല്യൂഷൻസ് ചോദിച്ചിട്ട്. കാരണം നമ്മളൊരു സ്പിരിച്വൽ കൺസൾട്ടൻറ്റ് കൂടിയാണ്. എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ആത്മീയതയിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. ഇനി അബോർഷൻസ് പലതവണ കഴിഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിട്ട് പിരിയാനും പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിൽ ഭർത്താവുണ്ട്, എൻ്റെ നാട്ടിൽ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്.